എന്നാലും മൊയന്ത് കളിച്ചു കിടന്ന നിനക്ക് വരെ ഡേറ്റിംഗ് ആപ്പിൽ പെണ്ണ് സെറ്റായി. എനിക്ക് നോക്കിയിട്ട് ഒറ്റ എണ്ണം. ഞാനൊന്ന് പറയട്ടെ? പറ. അങ്ങനെ ഞങ്ങൾ ചാറ്റ് ചെയ്ത് അവൾക്ക് ഞാനും എനിക്ക് അവളില്ലാതെ പറ്റണ്ടായി. എന്നിട്ട് ബ്രേക്കപ്പ് ആയാ? ഇല്ലടോ, പറയട്ടെ. ഡെസ്റ്റിനേഷൻ വെഡിങ്, ഹണിമൂണ്, എത്ര കുട്ടികൾ വേണമെന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് ബ്രേക്കപ്പ് ആയോ? ഞാൻ നിർത്തി. പറ. അങ്ങനെ കോളും ടെക്സ്റ്റും എടുത്ത് ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും. അപ്പം അച്ഛൻ കാണുമെന്ന് പറയും. അയാളൊക്കെ ഞാൻ എത്ര പ്രാഗിട്ടുണ്ടെന്ന് അറിയുമോ? അവസാനം രണ്ടും കൽപ്പിച്ച് അവളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഇറക്കി അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇതായിരിക്കണം. ഇവനാണോ അവള്? സാറേ ശരിയാ, ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ രാജുവേട്ടൻ തന്ന കെയറൊന്നും ഒരുത്തനും തന്നിട്ടില്ല. രാജുവേട്ടാ ഒരു വിളി വിളിച്ച 2000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ പറ്റിച്ചിട്ട് പോണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇനിയിപ്പോൾ എങ്ങനെയാ? പുഷ്പ, ആ ഭാരതീയ ന്യായ സംഹിതയും IT ആക്ടും അങ്ങ് എടുത്തോ. നിനക്കുള്ള ചായം പരിപാടിയും അതിൽ വരുന്നുണ്ട്. ഇവനെ പോലത്തെ ആണുങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അവർക്കുള്ള ഡെഡിക്കേഷനാണ് ഈ കലാപരിപാടി. 3 വർഷം വരെ നിന്നെ ജയിലിൽ കേട്ടാനുള്ള സംഭവങ്ങൾ അതിലുണ്ട്. എന്താടാ? എന്നും രാത്രി ഇവളൊരു ഡയലോഗ് പറയും. അവർ ലവ് ഈസ് ലൈക്ക് വിൻഡ്, ഐ കനോട്ട് സീ ഇറ്റ് ബട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്, യു ആർ മൈ ലവ് ഓഫ് മൈ ലൈഫ്. അല്ലേ? ഇതെങ്ങനെ? സോറി